പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നമുക്ക് പത്രവിശേഷങ്ങളൊന്ന് പരിശോധിച്ചു വരാം. പ്രധാനമായിട്ടുമുള്ള പത്രത്തിലെ വാർത്തകളിലൂടെ ഒന്ന് കടന്നുപോയാൽ മനോരമയിൽ ഒരു നല്ല ചിത്രമുണ്ട്. ദിനചിത്രത്തിൽ മനോരമ എടുത്തിരിക്കുന്ന ചിത്രം മനോഹരമാണ്. ആ ചിത്രം നമ്മൾ കാണുക തന്നെ വേണം. അത് ധാരാലിയിൽ നമ്മൾ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ്. മണ്ണേ മടങ്ങുക എന്ന അടിക്കുറിപ്പോടുകൂടിയാണത്. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ മണ്ണ് മൂടിപ്പോയ ധരാലി ഗ്രാമം. 15-20 മീറ്റർ ഉയരത്തിൽ മണ്ണ് നിറഞ്ഞതിനാൽ വീടുകളെല്ലാം ഭാഗീരഥി നദിയുടെ ഭാഗങ്ങളുമൊക്കെ മൂടിപ്പോയി. ഖീർഗംഗ എന്ന നദിയുടെ തീരത്താണ് ഈ ധരാലി എന്ന ഗ്രാമം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പിയാസുനിലും ഒപ്പം നന്ദു പേരാമ്പ്രയും അവിടുന്ന് ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഈ മണ്ണിനടിയിൽ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ട്. എത്രത്തോളം മനുഷ്യരുണ്ടെന്ന് ആർക്കും അറിയില്ല. ആ മനുഷ്യരൊക്കെ അവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സമയത്താണ്, അവിടെ പുറത്തു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മിന്നൽ പ്രളയം ഉണ്ടാവുന്നത്. ആ ചിത്രം മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കേരളം AI ഭരിക്കും എന്നുള്ളതാണ്. ഫയലുകൾ സൃഷ്ടിക്കുന്നതടക്കമുള്ള ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി നിർമ്മിത ബുദ്ധിയെ കൂട്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പ്രാരംഭ പഠനത്തിനായി നേരത്തെ രൂപീകരിച്ച KAI വെർച്വൽ ടാസ്ക് ഫോഴ്സ് പച്ചക്കൊടി കാട്ടിയതോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭരണപ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള തീരുമാനം. 20 AI ടൂളുകൾ വാങ്ങും. ആദ്യം IASകാർക്ക്, പിന്നെ AI കേഡർ രൂപീകരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫയൽ നീക്കം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. വിവിധ സേവനങ്ങൾക്ക് ചാറ്റ് ബോട്ടുകൾ, പരാതികൾ തരംതിരിക്കൽ, ലൈസൻസും മറ്റും പുതുക്കുന്നതിനുള്ള അലർട്ട്, രേഖകൾ തയ്യാറാക്കലും തരംതിരിക്കലും, കുഴഞ്ഞുമറിഞ്ഞ ഡേറ്റ പഠിക്കൽ, രേഖകളിലെ തെറ്റുകൾ കണ്ടെത്തൽ, ചെലവ് ചുരുക്കത്തിൽ അടുത്ത തവണ ഒക്കെ ആകുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്. എന്തായാലും അതിന്റെ സൂചനയാണ്. നല്ല കാര്യം. രാഹുലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് നൽകിയ വാർത്തയും മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നു. ബീഹാർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിൽ ഒഴിവാക്കിയവരുടെ പട്ടിക നൽകാൻ ചട്ടമില്ല എന്ന് കമ്മീഷൻ പറഞ്ഞതും മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. ഷാർജയിൽ കൊല്ലപ്പെട്ട അതുല്യയുടെ മരണത്തിൽ സതീഷ് ശങ്കർ വിമാനത്തിൽ എത്തി. അപ്പോൾ പിടികൂടി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ പ്രധാന ലീഡ് വാർത്തയായി മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള പോരാട്ടമാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോര് തുടരും എന്നാണ് മാതൃഭൂമി പത്രത്തിലെ പ്രധാന തലക്കെട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് ഇന്നാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് കവർച്ച ആരോപണത്തിൽ യുദ്ധം മുറുകി. ആരോപണത്തിൽ ഉറച്ച് കോൺഗ്രസും നോട്ടീസ് അയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൊമ്പുകോർത്തു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത്. സത്യവാങ്മൂലം സഹിതം തെളിവ് നൽകിയാൽ പരിഗണിക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. ഇതിന് രാഹുൽ ഗാന്ധി തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് തിരുവനന്തപുരം ഡൽഹി വിമാനം അടിയന്തരമായി ഇന്നലെ ചെന്നൈയിൽ ഇറക്കിയ വാർത്ത റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്തിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, K രാധാകൃഷ്ണൻ തുടങ്ങിയ MP-മാർ വിമാനത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഞായറാഴ്ച രാത്രി അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കി. 1 മണിക്കൂറോളം ചെന്നൈയിൽ വട്ടമിട്ട് പറന്ന ശേഷമാണ് വിമാനം സുരക്ഷിതമായി ഇറക്കിയത്. കേരളത്തിൽ നിന്നുള്ള 4 MP-മാർ വിമാനത്തിലുണ്ടായിരുന്നു. MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ഷഡൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വൻ സുരക്ഷാ വീഴ്ചയാണെന്നും അന്വേഷണം വേണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. എന്തായാലും അക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമ്മൾ അറിയുന്നത്. ഭീതിയോടെയാണ് 1 മണിക്കൂർ കടന്നുപോയതെന്നും പരാതി നൽകുമെന്നും KC വേണുഗോപാൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പ്രധാന വാർത്ത പുറത്താക്കിയവരുടെ വിവരം തരില്ല. സുപ്രീം കോടതിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പുറത്താക്കപ്പെട്ടവരുണ്ട്. അവരുടെയൊന്നും 65 ലക്ഷം പേരോളമാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെയൊന്നും പേര് വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികം. എന്തുകൊണ്ട് പുറത്താക്കി എന്ന കാരണം ബോധിപ്പിക്കാൻ ബാധ്യതയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വോട്ടവകാശം ഹനിക്കുന്ന സുപ്രധാന വിഷയത്തിൽ സാങ്കേതികത്വത്തിൽ ഊന്നി ഉരുണ്ടുകളി എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂരിൽ 30,000 വ്യാജ വോട്ട് ചേർത്തുവെന്നും BJPക്കായി മാനദണ്ഡം മാറ്റിയെന്നുമുള്ള വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP ഭരണത്തിന്റെ അനുബന്ധം പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റ് പോലെയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊന്നത് 100 കുഞ്ഞുങ്ങളെയാണ്. ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കം ഇസ്രായേൽ തുടരുന്നതിനിടയിൽ ഗാസയിൽ പട്ടിണി മൂലവും പോഷകാഹാരക്കുറവ് മൂലവും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം 100 കവിഞ്ഞു. ചെറുതല്ല. ഇസ്രായേൽ ഉപരോധത്തിൽ 100 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 217 പേരാണ് ഗാസയിൽ വിശന്നു മരിച്ചത്. ഉപരോധം ഭാഗികമായി നീക്കിയെങ്കിലും മരുന്നും ഭക്ഷണവുമില്ലാതെ
പതിനായിരങ്ങൾ വലയുന്നു. പട്ടിണിയാൽ ശോഷിച്ച കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധമുയർന്നു. പോഷകാഹാരക്കുറവ് മൂലം എല്ലും തോലുമായി ഗാസയിലെ നുസ്രേത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന 3 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ചിത്രം വയ്ക്കുന്നു. ആ ചിത്രങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. നമ്മുടെ റോയിട്ടേഴ്സിന്റെ ഫീഡിൽ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ വരുമ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന മനുഷ്യര് പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന കാഴ്ചകൾ കാണേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നതല്ല. പക്ഷേ ഇന്ന് നമ്മളത് കാണുന്നു. ഗാസയുടെ മുനമ്പിൽ നമ്മൾ കാണുന്നത് മനുഷ്യത്വത്തിന്റെ അന്ത്യം വന്ന അവസ്ഥയാണ്. ഇസ്രായേലിന്റെ ക്രൂരമായ മുഖം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇസ്രായേൽ ഇങ്ങനെ ഉപരോധം തുടർന്നാൽ ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ അവരെന്ത് പിഴച്ചു എന്നുള്ളതാണ്. ആരെന്ത് പിഴച്ചു? ഇപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്തു പിഴച്ചു എന്നുള്ളതാണ് ചോദ്യം. ഒരു നീതിയില്ല ഗാസയ്ക്കെന്ന് നമ്മൾ ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. അവർ എല്ലും തോലുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് എന്തിനാണ് ഈ വ്യവസ്ഥയൊക്കെ? മാധ്യമം പത്രമുണ്ട്. മാധ്യമ പത്രത്തിൽ കേരളത്തിലേക്ക് അതിഥി വോട്ടുകൾ എന്ന തലക്കെട്ടിലാണ് ബീഹാറിൽ നിന്നടക്കം പുറത്താക്കുന്നവ കേരളം ഉൾപ്പെടെ കുടിയേറ്റ സംസ്ഥാനങ്ങളിലേക്ക് അതിഥി തൊഴിലാളികൾ ജനവിധി നിർണ്ണയിക്കും, രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റത്തിന് സാധ്യത എന്ന പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ. അതിഥി തൊഴിലാളികൾ വോട്ട് നിശ്ചയിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഏത് നിലയ്ക്കാണ് മാറുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. നിർണായകമാണ്. ആഴത്തിൽ പഠനം നടത്തേണ്ട ഒന്നാണ്.